സിനിമയിലൊക്കെ ഞാൻ E.K. നായനാരുടെ ഫാനാണ്. അങ്ങനെ മരിച്ചപ്പോഴായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അദ്ദേഹം മരിച്ചപ്പോഴായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതിൽ പോയപ്പോ ചെന്ന് എനിക്ക് വേണമെങ്കിൽ അല്ലാതെ കാണായിരുന്നു. എനിക്ക് തോന്നിയത് ഒരു സാധാരണക്കാരനായ സലിംകുമാറായിട്ട് തന്നെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറവൂർ ജംഗ്ഷനിൽ പോയി നിന്നു. കാണാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹം ഉണ്ടാക്കി അത് അങ്ങനെ മാർക്സിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് തന്നെയാണ് ഇത്രയും ഒരു കോൺഗ്രസ്സുകാരന്റെ സ്വയം കവരാൻ സാധിച്ചത്, സ്വാധീനിച്ചതിന്റെ കവരാൻ സാധിച്ചത്. ഇപ്പോഴും ഞാൻ പ്രസംഗങ്ങൾ എവിടെയുണ്ടോ, പറവൂർ സൈഡിൽ എവിടെയുണ്ടോ അന്നും ഞാൻ പോകുമായിരുന്നു. ഇപ്പൊ അടുത്ത ഇടവരെ ഞാൻ പോകുമായിരുന്നു. അന്ന് സൈക്കിളിൽ പോകുമായിരുന്നു, പിന്നീട് കാറിൽ പോയിട്ട് കാറിൽ ഞാൻ കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഹ്യൂമറും അതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ തന്നെയാണ്, അന്നൊന്നും ഫാൻ തന്നെയാണ്. ഇപ്പൊ രാഷ്ട്രീയ അനുഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു സലീം. ശരിക്കും ഓർത്തിരിക്കുന്ന രാഷ്ട്രീയ അനുഭവം, അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ചിരി വരുന്ന രാഷ്ട്രീയ അനുഭവം? രാഷ്ട്രീയത്തിൽ ഈ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പരാജയപ്പെട്ടു. അത് എതിരാളി എന്റെ ഈ വീക്ക്നെസ് കണ്ടെത്തിയെന്നും എനിക്കതിന് പകരം വെക്കാൻ മറുമരുന്നില്ലാത്ത ഒരവസ്ഥയിൽ ഒരു സംഭവമുണ്ട്. കാരണം പറവൂര് ചിറ്റാറ്റുകര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ അവിടെ മുദ്രാവാക്യം എഴുതാൻ, മുദ്രാവാക്യത്തിലെ വയലാറാണ് കോൺഗ്രസ്സുകാരല്ല. കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഞാൻ കവിതകൾ പോലെ ഇങ്ങനെ രചിക്കും. അപ്പൊ എന്തൊക്കെയാണ് അപ്പോ എന്ന് വെച്ചാല് അത് പലരും പോരാ. ഇപ്പൊ മാർക്സ് പാർട്ടിയിലിരിക്കണ പലരും എന്റെ സ്നേഹിതന്മാരാണ് അവര് പോരാ. അപ്പൊ എന്റെ കൂടെ ജാഥക്ക് വരുമ്പോ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉശിരാണ്. കാരണം നല്ല നല്ല മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും. മറ്റവർക്ക് അത് ഈ പ്രാദേശികവാദമൊക്കെ നമ്മുടെ നാട്ടിനൊക്കെ സംഭവം കുത്തിക്കയറ്റിയിട്ട് അതെ കൈലി വായിക്കാന്നൊക്കെ ചെയ്ത ആ മുദ്രാവാക്യത്തിന്റെ രസങ്ങളുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇതിൽ പലപ്പോഴും പരാജയപ്പെട്ടു തന്നെ പതിവ്. അപ്പൊ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ജാഥയിട്ട് വരും, പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പോകുമല്ലോ ഒരു ജാഥ പാസ്. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പുറത്തുനിന്ന് മാർക്സ് പാർട്ടിക്കാർ ജാഥ വരുന്നു, ഞങ്ങള് DYFI ജാഥ വരുന്നു, ഇപ്പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജാഥ വരുന്നു. ഇത് പലപ്പോഴും ഈ മുദ്രാവാക്യം കേട്ടിട്ട് അവരൊന്ന് ശ്രദ്ധിക്കുമ്പോൾ പറഞ്ഞ മുദ്രാവാക്യം എന്താണെന്നുള്ളത് എന്റെ ഫ്രണ്ട്സ് തന്നെ അപ്പുറത്തേക്കണത്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് തന്നെ അപ്പുറത്തേക്കണത്. അപ്പൊ അവര് പറയും ആ കൊള്ളാൻ അവസാനം കൊള്ളായിരുന്നു അവര് പറയും ചെയ്യും. പക്ഷേ ഇവര് ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യനും ഞാൻ മുദ്രാവാക്യം വിളിച്ചു വരുമ്പോൾ ഇവരൊരു ദിവസം ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ യൂത്തന്മാരെ പോത്തന്മാരെ എന്ന് വിളിച്ചു. ഇതിനെനിക്ക് ഇതില്ല. അതായത് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ബുദ്ധിയില്ലാത്ത പോത്തന്മാരെന്നാണ് അവർ പറയണത്. അങ്ങനെ യൂത്തം അത് ഭയങ്കര പ്രാസപ്പിച്ചിട്ട് യൂത്തന്മാരെ പോത്തന്മാരെ, അപ്പൊ ഒരുമിച്ച് കോറസ് പോലെ യൂത്തന്മാരെ പോത്തന്മാരെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മുദ്രാക്കിയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞപ്പം തന്നെ വലിയ യാതൊരു തന്നെ ഞാനാണ് വിളിക്കണമെന്ന് പറയും. യൂത്തന്മാരെ പോത്തന്മാരെ എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് നമ്മളുടെ വീക്ക് പോയിന്റ് എതിരാളികൾ കണ്ടുപിടിച്ച് അപ്പൊ അതിനെനിക്ക് മറന്നിരുന്നു. ഇന്നും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കൊട്ട് തലക്കിട്ട് മാത്രമല്ല, പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ആരെങ്കിലും തലിപ്പള്ളി മുദ്രാക്കം പിടിച്ച് പോകും. അതിന് ഞാൻ പലപ്പോഴും പല രാത്രി കാലങ്ങളിൽ ബീഡി മേടിച്ചിരുന്ന ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിനോട് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. മറ്റത് അങ്ങനെ എന്നെ പിന്തുടർന്ന് പോകണോണ്ടെന്നാലും ഞാനൊരു ഇനി ചുമ്മാ നമുക്ക് കാര്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഥാപ്രസംഗത്തിന്റെ ഇടയിൽ പറയും എന്റെ പാർട്ടിയിൽപ്പെട്ടവർ 2-3 പാട്ട് പാടുന്നതാണ്. അങ്ങനത്തെ പാട്ടാണ്. അതെ, ഹാർമോണിസ്റ്റ്, കോൺഗ്രസ്റ്റ്, ഗിറ്റാറിസ്റ്റ്, അതുപോലെ ഒരു പാട്ടിന്റെ ലിറിക്സ് മാറ്റി വേറൊരു പാട്ടിന്റെ ട്യൂണോട് ചേർത്ത് പാടും. അതിന്റെ ഉത്തരം പറയേണ്ടതെന്ന് വെച്ചാൽ ട്യൂൺ ഏതാണെന്നും ലിറിക്സ് ഏതാണെന്നുള്ള പാട്ട് കണ്ടുപിടിച്ചു അത് പാടണം. ഇതിന്റെ ട്യൂൺ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് ഒരുമാതിരി സാമ്പാറും എരിവുളിയും രസവും മോരും ഒക്കെ കൂടി കാച്ചിട്ട് വിളമ്പിയിട്ട് ഇതില്ല യഥാർത്ഥ സാധനം ഏതാണെന്ന് ചോദിച്ച അവസ്ഥയിലായിപ്പോയി. ഇതിന്റെ ഒരു ക്ലൂ തരാം. നസീർ സാറാണ് 10-600 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ അതില് അത് നല്ല ശകുന്തലും ദുഷ്യന്തനായിട്ടാണ് അഭിനയിച്ചത്. അല്ലാണ്ട് മാലിന്യ നദിയില് വന്നിട്ട് യുവദാസും യേശുക്രിസ്തും ആയിരിക്കും എനിക്കറിയാം. ആ ലിറിക്സ് ചുമ്മാ വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ? മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ ആരോടും പോയി പറയരുത് ഈ കഥ മാനെ. അതല്ലേ? പക്ഷെ രണ്ടും കൂടി കിടന്നതിന്റെ പേരില് അതിന് പക്ഷെ മാലിനി എന്നുള്ള വാക്ക് കണക്ട് ചെയ്തിട്ട് ആ പാട്ട് മാലിന്യ നദി ഒന്നും ഇല്ല എന്റെ പേരില് പെട്ടെന്ന്. ഇവിടെ ഒരു കുട്ടി എന്തോ ചോദിക്കാനുണ്ട്. ഓക്കെ ഹലോ, ഹായ് സിനിമേട്ടാ, ഞങ്ങൾ മാർവേൻസിലെ സ്റ്റുഡൻസ് ആണ്.
ഒരു പ്രമുഖ സംവിധായകന്റെ ചിത്രങ്ങളെ കുറിച്ച് ചേട്ടൻ പറഞ്ഞത് ഒരേ റൂട്ടിലോടുന്ന ബസ്സുകളെന്നാണ്. ആ സംവിധായകന്റെ സിനിമയിൽ അവസരം കിട്ടാത്തതിലുള്ള അമർഷം കൊണ്ടാണോ ചേട്ടൻ അങ്ങനെ ചോദിച്ചത്? പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കേണ്ട സലീമേട്ട, പൊക്കാളി എന്ന ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടില്ല എന്ന് പറഞ്ഞ് സലീമേട്ടൻ ഒത്തിരി ബഹളം ഉണ്ടാക്കുകയുണ്ടായി. ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കി വാങ്ങിക്കേണ്ടതാണോ അവാർഡുകൾ? ഈ പിള്ളേർക്ക് വായനാശീലം എന്നൊന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ല, ആദ്യം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സത്യനന്ദിക്കാരന്റെ പടത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ഇതാണ് ആദ്യം പറഞ്ഞത്. അത് അതിനു മുമ്പ് മാതൃഭൂമി എന്ന് ഓണപ്പതിപ്പിൽ ചർച്ചയിൽ വന്ന ഒരു പോയിന്റ് മാത്രമാണത്. അതിന് അപ്പുറത്തുമുണ്ട് പോയിന്റ്, ഇപ്പുറത്തുമുണ്ട്. സത്യനന്ദിക്കാരൻ മോശക്കാരനല്ലെന്ന് ആണെന്ന് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ കൊണ്ട് തെളിയിച്ച മനുഷ്യനാണ്. പക്ഷെ അതിന് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചത് മാച്ച് കളഞ്ഞിട്ട് ഇത് മാത്രം എടുത്തിട്ട് വാക്ക് ബൈറ്റിന്റെ സംഭവം ഉണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ ഒരേ ടൈപ്പ് ഉള്ള ചിത്രങ്ങൾ എന്ന് വെച്ചാൽ അത് എളുപ്പവുമാണ്, അത് റിസ്ക് ഇല്ലാത്ത സംഭവമാണ്, പക്ഷെ സേഫ്റ്റിയുമാണ്. ഇതിന്റെ രണ്ട് എന്താ വശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിപ്പോ പറഞ്ഞെന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അപ്പോ അത് മാത്രം ഒരു വാക്ക് ബൈറ്റിൽ ആരോ പറഞ്ഞിട്ട് വാചകമാണ് ഒരു കുട്ടി പറഞ്ഞത്. രണ്ടാമത്തെ കുട്ടിയും പത്രവായന തീരെ ഇല്ല. കാരണം അവാർഡിനെതിരെയായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അവാർഡ് കൊടുക്കണ്ടെന്നോ തെറ്റായി പോയെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡോക്യുമെന്ററി കണ്ടില്ല. ജൂറിമാര് ഞാൻ സംവിധാനം ചെയ്ത് ഞാൻ നിർമ്മിച്ച ഡോക്യുമെന്ററി കണ്ടില്ല. അതിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. അല്ലാതെ എനിക്ക് അവാർഡ് കിട്ടിയിരുന്ന് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല. അവാർഡൊക്കെ കൊടുക്കേണ്ടത് ജൂറിമാര് വെച്ചിട്ടുണ്ട്. അവര് തീരുമാനിക്കും ഇതിനാണെന്ന്. അവരുടെ വാക്കാണ് അവസാനത്തെ വാക്ക് വരെയാണ്. അതിൽ അഴിമതി നടന്നു ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത് കാണിച്ചില്ല. ഇത് എനിക്കല്ല, ഇനി നാളെയും ഈ ഡോക്യുമെന്ററി ആയിട്ടുള്ള ആളുകൾ വരും. അപ്പൊ അവർക്ക് ഇത്തരത്തിലൊരു അനുഭവം പാടില്ല. ഇപ്പൊ ഈ കുട്ടികൾ ആരെങ്കിലും നാളെയും വരും. ഇതെന്നെ ചോദിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ചോദിക്കും ഇവർക്ക് നാളെ ഡോക്യുമെന്ററി വിളിച്ച് ഇവർക്കും ഇതേ അവസ്ഥ ഉണ്ടാവും. അത് വരാതിരിക്കാൻ ഒരു ചെറുവിരൽ അനക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുവിരല് അനക്കുന്ന കാര്യത്തില് ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ഈ സലീംകുമാറിന്റെ ചെറുവിരൽ അനക്കൽ ഇത്തിരി കൂടുതലല്ലേ? സലീംകുമാറിന്റെ ചെറുവിരൽ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്നു. ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ആളുകൾ ഇപ്പൊ തന്നെ നോക്കിയിരിക്കണം. അതിന്റെ കുഴപ്പമില്ല. അല്ല, മിണ്ടുന്നതിന് അതൊരു വാർത്തയാകുന്നു. സലീംകുമാർ ആ ആൾക്ക് അവാർഡ് കിട്ടിയതിന് വിമർശിക്കുക, അല്ലെങ്കിൽ ആ ചിത്രം ഇന്ന ചിത്രത്തിന്റെ കോപ്പിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പുറകെ പോകുന്നു. ഇതൊക്കെ ശരിക്കും ദേശീയ അവാർഡ്. ഞാനല്ല കോപ്പിയാണെന്ന് കണ്ടുപിടിച്ചത്. കോപ്പിയാണെന്ന് കണ്ടുപിടിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാ, ഈ ആളുകൾ തന്നെയാ. അല്ലാണ്ട് ഞാനിത് തെരഞ്ഞെടുത്തിട്ട് പിന്നെ കണ്ടുപിടിച്ച ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊന്നുമല്ല. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞ ശേഷം പറഞ്ഞ മുമ്പ് അറിയാം, മാധ്യമങ്ങൾ സംഭവങ്ങൾ കാണിച്ചു. അല്ല, ഞാനിപ്പോ ഇംഗ്ലീഷ് പടങ്ങളിൽ നിർത്തി. കാരണം പല മലയാള പടങ്ങളിൽ കാണാൻ പറ്റുന്നതുകൊണ്ട്. കാരണം ഇനി ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പടത്തിൽ കാണുന്നില്ല. കാരണം ഇംഗ്ലീഷ് പടം കണ്ടാലും പല മലയാള പടം ഇതെന്താണ് ഇങ്ങനെ. അപ്പൊ അതിന്റെ പേരിൽ ഇംഗ്ലീഷ് പടം ഞാൻ നിർത്തിപ്പോരെ. ഇനി ഒരാളും ഞാൻ ഇന്ന പടം കോപ്പിയാണെന്ന് ഞാൻ പറയില്ല. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സലീമിന് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അല്പം കൂടുതലാണ്. സലീമിന് കുറച്ച് ജാടയാണ്, അതും ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം എന്ന് ഒരു പറച്ചിലുണ്ട്. അല്ല, സത്യനന്ദിക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു ദേശീയ അവാർഡ് കിട്ടുന്നതിന് മുമ്പാ. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റാത്ത വിഷമം ആണോ ഇത് പറഞ്ഞ കുട്ടി ചോദിച്ചു. അതൊരു കാര്യമില്ലാതില്ല. കാരണം മലയാള സിനിമ അങ്ങനെയാണ്. തനിക്ക് അഭിനയിക്കാൻ കിട്ടാത്ത ഡയറക്ടർമാരൊക്കെ മോശം ഡയറക്ടറും തന്നെ അഭിനയിക്കാൻ വിളിക്കുന്നവരൊക്കെ നല്ല ഡയറക്ടറൊന്നും ഉള്ളൊരു വിശ്വാസത്തിലാണ് മലയാള നടന്മാർ ഇതുവരെ കണ്ടേക്കണത്. അന്ന് ഞാൻ അങ്ങനെയൊന്നും കണ്ടു. സത്യനന്ദിക്കാട് നല്ല ഡയറക്ടർ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷെ ഇറങ്ങിയ ഇപ്പോഴല്ല, അന്ന് 2-3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ സംഭവം. അതെ, അത് പിന്നീട് എനിക്ക് അവാർഡ് കിട്ടിയപ്പോ പത്രക്കാർ ഒന്നും കൂടി ഇട്ട് മാത്രമേ. ഞാനത് പറഞ്ഞിട്ട് 3-4 വർഷം ഇപ്പൊ പറഞ്ഞിട്ട് ഒന്നുകൂടി ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കി വെച്ചെന്ന് പറഞ്ഞവരെ. അപ്പൊ അതാണ് ഈ കുട്ടി വായിച്ചേക്കണത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം വെട്ടിത്തുറന്ന് പറയാൻ ഉള്ള ചങ്കുറ്റം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, അങ്ങനെയാണെങ്കിൽ സലീംകുമാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവുണ്ട്
എന്ന് തോന്നുന്ന സംവിധായകനാണ് മലയാളത്തിൽ? ഒരാളുടെ പേര് മാത്രം ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നല്ല എന്തായാലും ഒന്നല്ല. ഒരു 5 പേരെടുക്കുകയാണെങ്കിൽ ഒരു 10 വേണ്ട, ഒരു 5 10 എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ല ഞാൻ പറഞ്ഞല്ലോ, എന്നെ കുറിച്ചും സാമാന്യ ഓഡിയൻസിനൊക്കെ അറിയാം. അപ്പൊ ഒരാളെ വിട്ടുപോയാല് എനിക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കുള്ളൂ. ഒരാളെ വിട്ടുപോയാല്. കാരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ഞാൻ പറഞ്ഞ ഒന്നല്ലാത്ത കൂടുതൽ ഡയറക്ടേഴ്സൊക്കെ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു പേര് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ആലോചിക്കും, ഇത്രയും ഈ സെറ്റപ്പിന്റെ മുന്നിലിരുന്നിട്ട് ഒരാളുടെ പേര് ദൈവമേ അങ്ങനെ പേര് പറഞ്ഞില്ലല്ലോ. നടന്മാരെ പേര് പറയാൻ പറ്റുമോ? നടന്മാരുടെ പേര് എനിക്ക് പെട്ടെന്ന് ആലോചിക്കുന്നൊന്നും ആവശ്യമൊന്നുമില്ല. ഭരത് ഗോപി എന്റെ സ്വപ്നം ആണ്. അങ്ങനെയൊക്കെ ഒരിക്കലെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ പറ്റില്ലെന്നറിയാം. ഒരു ഗോൾ എന്നൊക്കെ പറയും, നമ്മുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയൂലേ. അപ്പൊ യോഗ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഈ കാലെടുത്ത് നെറുന്തലിൽ വെക്കുക, ഇതായിരിക്കും നമ്മുടെ ലക്ഷ്യം. നെറുന്തല പോയിട്ട് മുതുവരെത്തില്ല, അത് നമ്മുടെ കാര്യം. പക്ഷെ ലക്ഷ്യം നെറുന്തലിലേക്കണം. അതുപോലെ എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ ഈ ഭരത് ഗോപി എന്ന് ഇപ്പൊ ചോദിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചപ്പോ ഭരത് ഗോപി അല്ലെങ്കിൽ തിലകൻ എന്നൊക്കെ പറയുമ്പോ ഇപ്പോ ജീവിച്ചിരിക്കുന്ന നടന്മാരുടെ പേര് പറയാനായിട്ട് എന്തൊരു മടി? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആള് മരിച്ചുപോയെന്ന് വെച്ചാൽ അത് എന്റെ കുഴപ്പമില്ല. അത് എന്റെ അമ്മയച്ഛനും ആരെന്ന് വെച്ചാൽ മരിച്ചുപോയി. എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേര് അച്ഛനമ്മക്ക് ഇട്ടൂടെ ചോദിച്ചൂടെ?